ഹലോ ഗായ്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് നോർമൽ പ്രഗ്നൻസിയാണ് പറഞ്ഞത്. ഇത്തവണ അതിൻ്റെ കണ്ടിന്യൂഷനാണ്, പാർട്ട് 2 വീഡിയോ ആണ്. യൂട്രസിലാണ് പറഞ്ഞു നിർത്തിയത്, ഇസ്തുമസ് വഴി. ഇനി നമുക്ക് സെർവിക്സ് നോക്കാം. സെർവിക്സിൽ തന്നെ സ്ട്രോമയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതിന് തന്നെ ഹൈപ്പർട്രോഫി ആൻഡ് ഹൈപ്പർപ്ലാസിയ ഓഫ് ദി ഇലാസ്റ്റിക് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂസ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ സെയിം പോയിന്റ്. ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ഇൻസൈഡ് ആൻഡ് ഇൻ ബിറ്റ്വീൻ ദി ഫൈബേഴ്സ്. ഫ്ലൂയിഡ് അക്യുമുലേഷൻ എഡിമാറ്റസ് തന്നെയാണ്. വാസ്കുലാരിറ്റി ഈസ് ഇൻക്രീസ്ഡ്. മറ്റേലുണ്ടായിരുന്നു സോഫ്റ്റനിങ് ഓഫ് ദി സെർവിക്സ്. ഇനി എപ്പിത്തീലിയത്തിൽ വരുന്ന ചേഞ്ചസ് ആണ് പ്രോലിഫറേഷൻ ഓഫ് ദി എൻഡോസെർവിക്കൽ മ്യൂക്കോസ വിത്ത് ഡൗൺവേർഡ് എക്സ്റ്റൻഷൻ ബിയോണ്ട് ദി സ്ക്വാമസ് കോളംനാർ ജംഗ്ഷൻ. അതായത് എൻഡോസെർവിക്കൽ മ്യൂക്കോസ പ്രോലിഫറേറ്റ് ചെയ്യാൻ തുടങ്ങും, താഴോട്ടേക്ക് എക്സ്റ്റൻഷൻ ഉണ്ടാകും. ഈ ഒരു എക്ടോപിക് സെർവിക്സിൻ്റെ ഒരു ക്ലിനിക്കൽ എപ്പിയറൻസ് ഇതിന് നൽകും. ചില നേരത്തൊക്കെ ആണെങ്കിൽ സ്ക്വാമസ് സെൽസ് ഹൈപ്പർ ആക്റ്റീവ് ആകും. ഇത് കാരണം ബേസൽ സെൽ ഹൈപ്പർപ്ലേസിയ സ്റ്റിമുലേറ്റ് ആകും. ഇനി സെക്രീഷൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കാരണം ഈ സെക്രീഷൻസ് ഒക്കെ കോപ്പീസും ടെനീഷ്യസും ആയിരിക്കും. ഈ ഒരു മ്യൂക്കസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആൻഡ് സൈറ്റോകൈൻ റിച്ച് ആയിരിക്കും. ഈ ഒരു തിക്ക് പ്ലഗ് ഫോം ചെയ്തിട്ട് സെർവിക്കൽ കനാലിനൊരു സീലിങ്സ് പ്രൊവൈഡ് ചെയ്യും. ഇനി അനാറ്റമിക്കൽ ചേഞ്ചസ് എന്തെങ്കിലും നോക്കാം. ഈ സെർവിക്സിൻ്റെ ലെങ്ത്തിന് വലിയൊരു താരതമ്യം ചെയ്യാൻ മാത്രമുള്ള ഒരു ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ബൾക്കി ആകും. സെർവിക്സ് പോസ്റ്റീരിയർലി ഡയറക്റ്റഡ് ആണ്, പക്ഷേ ഹെഡിൻ്റെ എൻഗേജ്മെൻറ്റ് കാരണം ഇത് ലൈൻ ഓഫ് വജൈനയ്ക്ക് നേരെ ഡയറക്റ്റഡ് ആകും. ഇനി ഫെലോപ്പിയൻ ട്യൂബിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ടോട്ടൽ ലെങ്ത് കൂടും, ട്യൂബ് ബിക്കം കൺജസ്റ്റഡ് ആകും, മസിൽ അണ്ടർഗോ ഹൈപ്പർട്രോഫി നടക്കും. ഇനി ഓവറോയ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, 8ാമത്തെ ആഴ്ചയോടെ ഈ ഒരു കോർപ്പസ് ലൂട്ടിയം ഇതിൻ്റെ ഗ്രോത്തും ഫംഗ്ഷനും മാക്സിമം ലെവലിലേക്ക് എത്തും. പിന്നെ ഈ ഒരു കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഈ ഒരു ഗ്രോയിങ് ഓവത്തിന് വേണ്ടിയിട്ടുള്ള എൻവയോൺമെൻറ്റ് സെറ്റപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു ഹോർമോൺസ് ഫോളിക്കിൾസിൻ്റെ റൈപ്പനിങ് ഇൻഹിബിറ്റ് ചെയ്യും. ഇനി ബ്രസ്റ്റിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. പ്രഗ്നൻസിയുടെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ടെൻഡർനെസ്സും ടൈറ്റ്നസ്സൊക്കെ സാധാരണമാണ്. പിന്നെ ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. ഇതിന് കാരണം ഹൈപ്പർട്രോഫി ആൻഡ് പ്രോലിഫറേഷൻ ഓഫ് ദി ഡക്ട്സും ആൽവിയോളയാണ്. പിന്നെ വാസ്കുലാരിറ്റി കൂടും. വാസ്കുലാരിറ്റി നേരത്തെയും കൂടിയിട്ടുണ്ടല്ലേ. പിന്നെ നിപ്പിൾസ് ലാർജും ഇറക്റ്റൈലും ഡീപ്ലി പിഗ്മെൻറ്റഡും ആകും. പിന്നെ സെബേഷ്യസ് ഗ്ലാൻഡ് ഹൈപ്പർട്രോഫി സംഭവിച്ചിട്ട് മോൺകോമെറീസ് ട്യൂബർക്കിൾ എന്ന് വിളിക്കപ്പെടും. പിന്നെ ഔട്ടർ സോൺ ഓഫ് ലെസ് മാർക്ക്ഡ് ആൻഡ് ഇറഗുലർ പിഗ്മെൻറ്റഡ് ഏരിയ എപ്പിയേഴ്സ് ഇൻ ദി സെക്കൻഡ് ട്രൈമസ്റ്റർ കോൾഡ് സെക്കൻഡറി ഏരിയോള. സെക്കൻഡ് ട്രൈമസ്റ്ററിൻ്റെ സമയത്ത് ഇറഗുലർ പിഗ്മെൻറ്റഡ് ആയിട്ട് കാണുന്ന ഔട്ടർ സോണിനെ സെക്കൻഡറി ഏരിയോള എന്ന് വിളിക്കുന്നുണ്ട്. 12th വീക്കിൽ ഇതിൻ്റെ സെക്രീഷൻ അഥവാ കൊളോസ്ട്രം നമുക്ക് സ്ക്യൂസ് ചെയ്യാൻ പറ്റും. 16ാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും ഇത് തിക്ക് യെലോയിഷ് ആകും. പിന്നീടുള്ള മാസങ്ങളിൽ കൊളോസ്ട്രം ഈ ഒരു നിപ്പിൾസ് വഴി എക്സ്പ്രസ് ചെയ്യും. ഇനി സ്കിൻ ചേഞ്ചസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കൊളാസ്മ ഗ്രാവിഡേരം അല്ലെങ്കിൽ മാസ്ക് ഓഫ് പ്രഗ്നൻസി എന്നറിയപ്പെടുന്നത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണ്. എവിടെയൊക്കെയാണെന്ന് നോക്കിയാൽ ഫോർഹെഡ്, ചീക്ക്, നോസ്, ഐസിന് ചുറ്റും, പിന്നെ നെക്കിലൊക്കെ. ഇതിന് കാരണം മെലാനിൻ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോണിൻ്റെ ഒക്കെ ഓവർ പ്രൊഡക്ഷനാണ്. അടുത്ത സ്കിൻ ചേഞ്ച് സ്ട്രെച്ച് മാർക്ക് അല്ലെങ്കിൽ സ്ട്രേയ ഗ്രാവിഡാരാണ്. ഇതെന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ആൻഡ് സ്ലൈറ്റ്ലി ഡിപ്രസ്ഡ് സ്ട്രീക്സ് അല്ലെങ്കിൽ ലീനിയർ മാർക്സ് ആണ്. നമ്മുടെ അബ്ഡോമിനൽ വാൾസിൻ്റെ സൈഡിൽ, പിന്നെ തൈസിൽ, ബ്രസ്റ്റിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട്. പിങ്ക്, റെഡ് കളേർഡ് ആയിട്ട് വേരിയങ് ലെങ്സും ബ്രെഡിലും ആണ് ഇതുണ്ടാകുന്നത്. ഇനി അടുത്ത സ്കിൻ ചേഞ്ച് സ്ട്രേയ ആൽബിക്കൻ ആണ്. ഇത് വരുന്നത് ഡെലിവറിക്ക് ശേഷമാണ്. ഡെലിവറിക്ക് ശേഷം സ്കാർ ടിഷ്യൂസ് കൺട്രാക്ട് ചെയ്തിട്ട് ഗ്ലിസ്റ്റനിങ് വൈറ്റ് എപ്പിയറൻസിൽ വരും. ഇതിനാണ് സ്ട്രേയ ആൽബിക്കൻസ്. അടുത്തത് ലൈനിയ നൈഗ്ര ആണ്. ഇതെന്ന് പറയുന്നത് അബ്ഡോമൻ്റെ മിഡ് ലൈനിലുള്ള ഒരു ബ്രൗണിഷ് ബ്ലാക്ക് പിഗ്മെൻറ്റഡ് ഏരിയ ആണ്. ഇനി സർക്കുലേറ്റിംഗ് ഈസ്ട്രോജൻ കൂടിയത് കാരണം ഉണ്ടാകുന്ന സ്പൈഡർ ഹെമാൻജിയോമസ് ആണ് സ്കിൻ ചേഞ്ച് അടുത്തത്. ഈ പേര് പോലെ തന്നെ ഒരു സെൻട്രൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന കുറേ ബ്രാഞ്ചസ്, ഒരു സ്പൈഡർ ലൈക്ക് അപ്പിയറൻസ്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ചുമപ്പാണ്, തീ പോലെ ചുവന്ന സാധനം. ഓക്കെ. ഇനി സ്വെറ്റ് ഗ്ലാൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, സെബേഷ്യസ് ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻസ്, ഹെയർ ഫോളിക്കിളൊക്കെ ഹൈലി ആക്റ്റീവ് ആയിരിക്കും. ഇതിന് കാരണം ഹോർമോണൽ ചേഞ്ചസ് ആണ്. പിന്നെ ഇതിൽ മിക്ക ചേഞ്ചസും പ്രഗ്നൻസിക്ക് ശേഷം വീണ്ടും നോർമൽ ആകുന്നതാണ്. ഇനി അടുത്ത ഹെമറ്റോളജിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഇതിൽ ചില സാധനങ്ങൾ, ചില വാല്യൂസ് കൂടും, ചിലത് കുറയാൻ തുടങ്ങും, ഇൻക്രീസും ഡിക്രീസും. ഫസ്റ്റ് കൂടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലഡ് വോളിയം കൂടും, 4 ലിറ്ററിൽ നിന്ന് 5.5 ലിറ്റർ ആയിട്ട് മാറും. പിന്നെ പ്ലാസ്മ വോളിയം കൂടും, 2.5 ലിറ്ററിൽ നിന്ന് 3.75 ലിറ്റർ ആയിട്ട് മാറും. പിന്നെ RBCയുടെ മാസ് കൂടും, 20-30% കൂടും. ഇനി ല്യൂക്കോസൈറ്റ്സും ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ന്യൂട്രോഫിലിക് ല്യൂക്കോസൈറ്റോസിസ് ഉണ്ടാകും. ഇതിന് കാരണം ഈസ്ട്രോജൻ്റെയും കോർട്ടിസോളിൻ്റെയും ഇൻക്രീസിങ് ലെവലാണ്. പിന്നെ ഹോർമോണൽ ആൻഡ് ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസസ് കൂടും. അടുത്തത് ടോട്ടൽ പ്രോട്ടീനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ടോട്ടൽ പ്ലാസ്മ പ്രോട്ടീൻ ഇൻക്രീസ് ആകും, 180 ഗ്രാമിൽ നിന്ന് 230 ഗ്രാം ആകും. പക്ഷേ പ്ലാസ്മ പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ കുറയും. ഇതിന് കാരണം ഹീമോഡൈലേഷൻ ആണ്.
ഇനി ബ്ലഡ് കൊയാഗുലേഷൻ ഫാക്ടേഴ്സാണ്. പ്രഗ്നൻസി എന്ന് പറയുന്നത് ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ് ആണ്. ഫൈബ്രിനോജൻ്റെ ലെവൽ 50% ഇൻക്രീസ് ആക്കും. അതായത് 200 to 400 ആണ് നോർമൽ. അത് ഈ ഒരു പ്രഗ്നൻസിയുടെ ടൈമിൽ 300 to 600 ആകും mg/dL. പിന്നെ ESR വാല്യൂ കൂടും. 10 നിന്ന് 40 mm/h ആകും. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ലൈക്ക് 1, 2, 7, 8, 9, 10, 12 ഒക്കെ ആക്ടിവിറ്റി കൂടുകയും ഫാക്ടേഴ്സ് ലൈക്ക് 11ഉം 13ഉം ആക്ടിവിറ്റി കുറയുകയും ചെയ്യും. പക്ഷേ ക്ലോട്ടിംഗ് ടൈമിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. പിന്നെ ജസ്റ്റേഷണൽ ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാകും. ഇതിന് കാരണം 15% റിഡക്ഷനാണ്. ഇനി നമുക്ക് ഡിക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ HB ആണ്. HBയുടെ ടോട്ടൽ മാസ് കൂടുമെങ്കിലും HBയുടെ കോൺസെൻട്രേഷൻ കുറയും. ഇത് കാരണം ഫിസിയോളജിക്കൽ എനിമി ഓഫ് പ്രഗ്നൻസി ഉണ്ടാകും. ഇതെന്ന് പറയുന്നത് ഈ കുറവെന്ന് പറയുന്നത് നോർമലായിട്ടുള്ള നോൺ പ്രഗ്നൻറ്റ് ടൈമിലുള്ളതിനേക്കാളും 2 gram% കുറവായിരിക്കും. അടുത്തത് ഹെമറ്റോക്രിറ്റ് വാല്യൂ കുറയാൻ തുടങ്ങും. ഇതെന്ന് പറയുന്നത് ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നത് RBC ഈസ് ടു ടോട്ടൽ വോളിയം ഓഫ് ബ്ലഡ് ആണ്. ഇനി അടുത്തത് സർക്കുലേറ്ററി സിസ്റ്റം ചേഞ്ചസ് ആണ്. കാർഡിയോവാസ്കുലർ ചേഞ്ചസ് ഏർലി പ്രഗ്നൻസിയുടെ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഇത് മാക്സിമം ആകുന്നത് സെക്കൻഡ് ട്രൈമസ്റ്ററോട് കൂടിയാണ്. പിന്നീട് ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് തുടരുകയാണ് ചെയ്യുക. കാർഡിയാക് മസിൽസിൻ്റെ ഹൈപ്പർട്രോഫി കാരണം ഹേർട്ടിന് എൻലാർജ് ചെയ്യും. പിന്നെ ഗ്രോയിങ് യൂട്രസ് ഈ ഒരു ഹേർട്ടിൻ്റെ മുകളിലോട്ട് ലെഫ്റ്റിലോട്ട് തള്ളാൻ തുടങ്ങും. അപ്പോഴേ എപ്പെക്സ് ബീറ്റിൻ്റെ പൊസിഷനിൽ ചേഞ്ചസ് ഉണ്ടാകും. ഇതിലും ചില കാര്യങ്ങൾ കൂടുകയും ചില കാര്യങ്ങൾ കുറയുകയും ചെയ്യും. കൂടുന്ന കാര്യങ്ങൾ ഫസ്റ്റ് വൺ ഹേർട്ട് റേറ്റ് ആണ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ 8 ബീറ്റ്സോളം കൂടും. തേർഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ ഇത് 15 ബീറ്റ്സോളം കൂടും. സ്ട്രോക്ക് പോലെ ആണെങ്കിൽ 30% വർധനവ് ഉണ്ടാകും. ഹേർട്ട് റേറ്റിന് കൂടാൻ കാരണം കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. ഇതിന് കാരണം ബ്ലഡ് വോളിയത്തിൽ ഉണ്ടാകുന്നതും മെറ്റബോളിക് ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്നതുമായിട്ടുള്ള വർധനവാണ്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ പീക്കിലെത്തുന്ന കാർഡിയാക് ഔട്ട്പുട്ട് അതായത് 33 to 45% എത്തുന്നത് പിന്നീട് സ്റ്റേബിളായിട്ട് തുടരും. ഇനി കുറയുന്ന കാര്യങ്ങൾ ഫസ്റ്റ് വൺ കാർഡിയാക് റിസർവ്. ഇതെന്ന് പറയുന്നത് ഹേർട്ട് ബ്ലഡ് പുഷ് ചെയ്തിട്ടാകുമ്പോൾ ഹേർട്ടിൽ ലെഫ്റ്റ് ചെയ്യുന്ന ബ്ലഡിൻ്റെ എമൗണ്ട് ആണ്. അത് കുറയും. പിന്നെ വാസ്കുലർ റെസിസ്റ്റൻസ് കുറയും. ഇനി അടുത്തത് BP ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻസീവ് സിൻഡ്രോം അല്ലെങ്കിൽ പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ. ഇതെന്ന് പറയുന്നത് പേഷ്യൻറ്റിനെ സുപ്പൈൻ പൊസിഷനിലോട്ട് കിടത്തുന്ന ടൈമിൽ BP ഫാൾ ഉണ്ടാകും. പിന്നീട് ഇത് നോർമലാക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിനെ ലാറ്ററൽ പൊസിഷനിലോട്ട് കിടത്തിയാൽ മതി. ഇനി പ്രിവെൻഷൻ ഓഫ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻസീവ് സിൻഡ്രോം. ഫസ്റ്റ് വൺ റെസ്റ്റ് എടുക്കുക. സൈഡ് ലൈങ് പൊസിഷനിൽ കിടന്നിട്ട് സുപ്പൈൻ പൊസിഷൻസ് ഒഴിവാക്കുക. പിന്നെ സഡൻ ചേഞ്ച് ഇൻ പൊസിഷൻസ് ഒഴിവാക്കുക. പിന്നെ സുപ്പൈൻ എക്സസൈസസ് ലിമിറ്റ് ചെയ്യുക. 3-4 മിനിറ്റ് 3-5 മിനിറ്റ് ആക്കുക. പിന്നെ സ്ട്രെങ്ത് എക്സസൈസസ് എറോബിക് എക്സസൈസിന് മുമ്പ് ചെയ്യുക. പിന്നെ എറോബിക് എക്സസൈസസ് ലിമിറ്റ് ചെയ്യുക 20 to 45 മിനിറ്റിലോട്ട്. മെറ്റബോളിക് ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നത് കൊണ്ട് മെറ്റബോളിക് റേറ്റും കൂടും. മെറ്റബോളിസത്തിൽ പ്രോട്ടീൻ മെറ്റബോളിസം നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് നൈട്രജൻ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ അമിനോ ആസിഡ് യൂറിയ ആയിട്ട് മാറുന്ന സാധനം സപ്രസ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ഒരു അമിനോ ആസിഡ് ഫീറ്റസിന് കൊടുക്കും. ഇനി അടുത്തത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ആണ്. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. ഇൻസുലിൻ സെക്രീഷനും കൂടും. കാരണം ഗ്ലൂക്കോസിൻ്റെയും അമിനോ ആസിഡിൻ്റെയും അളവ് കൂടുന്നത് കൊണ്ടാണിത്. പക്ഷേ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, കോർട്ടിസോൾ, HPL തുടങ്ങിയവയുടെ പ്രസൻസ് കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ആകും. ഈ ഒരു മെക്കാനിസം കാരണം ഗ്ലൂക്കോസ് ഫീറ്റസിലേക്ക് എത്തും. പിന്നെ ഈ ഒരു പ്ലാസ്മ ഇൻസുലിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് ലിപ്പോജെനസിന് ഹെൽപ്പ് ചെയ്യും. മെറ്റേണൽ ഫാസ്റ്റിങ്ങിൻ്റെ ടൈമിൽ ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പോ ഇൻസുലിനീമിയ, ഹൈപ്പർ ലിപ്പിഡീമിയ, ഹൈപ്പർ കീറ്റോണീമിയ എന്നിവയൊക്കെ ഉണ്ടാകും. അടുത്തത് ഫാറ്റ് മെറ്റബോളിസം ആണ്. ഈ ഒരു പ്രഗ്നൻസിയുടെ ടൈമിൽ 3 to 4 കിലോഗ്രാം വരെ ഫാറ്റ് ബ്രസ്റ്റിൻ്റെയും അബ്ഡമിനൽ വാളിൻ്റെയും ഹിപ്സിൻ്റെയും തൈസിൻ്റെയും ഒക്കെ അടിയിൽ സ്റ്റോർ ചെയ്ത് കിടക്കും. പിന്നെ വരുന്നത് അയൺ മെറ്റബോളിസം ആണ്. അയൺ ഡുവോഡിനത്തിൽ നിന്നും ജെജിനത്തിൽ നിന്നും ഫെറസ് ഫോമിലാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. പ്രഗ്നൻസിയുടെ ടൈമിൽ അയണിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് 1000 mg ആണ്. ഇത് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയൺ സപ്ലിമെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഹിമോഗ്ലോബിൻ, സെറം അയൺ, സെറം ഫെർറ്റിൻ തുടങ്ങിയവയുടെയൊക്കെ കോൺസെൻട്രേഷൻ ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. ഇനി അടുത്തത് റെസ്പിറേറ്ററി ചേഞ്ചസ് ആണ്. ഈ ഒരു യൂട്രസിൻ്റെ എൻലാർജ്മെൻറ്റ് കാരണം ഈ ഒരു ഡയഫ്രം 4 cm എലവേറ്റ് ചെയ്യും. ഇത് ലങ് കപ്പാസിറ്റീനെ 5% കുറക്കും. ടോട്ടൽ പൾമോണറി റെസിസ്റ്റൻസ് കുറയും. കാരണം പ്രൊജസ്ട്രോൺ എഫക്റ്റ് ആണ്. പിന്നെ പ്രോഗ്രസീവ് ഇൻക്രീസ് ഇൻ ഓക്സിജൻ കൺസപ്ഷൻ ഉണ്ട്. ഇതിന് കാരണം മെറ്റബോളിക് നീഡ്, അമ്മയുടെയും കുഞ്ഞിൻ്റെയും മെറ്റബോളിക് നീഡ് ഇൻക്രീസ് ആവുന്നതുകൊണ്ടാണ്. പിന്നെ നേസോഫേരിങ്സിൻ്റെ മ്യൂക്കോസ എഡിമാറ്റസും ഹൈപ്പോവെമിക്കും ആകും. പ്രഗ്നൻസിയുടെ ടൈമിൽ ഹൈപ്പർ വെന്റിലേഷൻ സ്റ്റേറ്റ് ഉണ്ടാകും. ഇത് കാരണം ടൈഡൽ വോളിയം കൂടും. പിന്നെ സ്ത്രീകൾ ഒരു ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് ഫീൽ ചെയ്യും. പിന്നെ അടുത്തത് ആസിഡ് ബേസ് ബാലൻസ് ആണ്. PaCO2 ഫാൾ ചെയ്യും. 38 നിന്ന് 32 mmHg ആകും. PaO2 റൈസ് ചെയ്യുകയാണ് ചെയ്യുക 95 to 106 mmHg. കുഞ്ഞിൽ നിന്ന് അമ്മയിലേക്ക് CO2 പോകും. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഓക്സിജൻ പോകും. സോ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിൽ ഉണ്ടാകും. സോ വെയിറ്റ് ടിൽ ദെൻ, ബൈ.